ഐസ്ക്രീം 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 നമുക്ക് മേടിക്കാം. ആഹാ, അത് ശരി. ഇപ്പൊ തന്നെ ഐസ്ക്രീം വാങ്ങിക്കാം. ഒറ്റ എണ്ണത്തിന് ഇങ്ങോട്ട് കയറ്റി പോരുത്, പറഞ്ഞേക്കാം. എന്നാ പിന്നെ സെക്യൂരിറ്റി അടുത്ത് ഐസ്ക്രീം വാങ്ങാൻ എന്താ വഴി? നമുക്ക് പപ്പായോടൊന്ന് ചോദിച്ചാലോ? ശേലായി. പപ്പയാണ് ബസ്സൂലിക്ക് കാശില്ലാതെ കോളേജിൽ പോലും പോകാണ്ടിരിക്കുക. മോളി, ബോബാ, രണ്ടുപേരും ഇവിടെ വാ. ആഹാ, എന്താ അമ്മച്ചി? ഞാൻ മുട്ട വിറ്റ് കാശ് കൊടുത്ത് ഐസ്ക്രീം മേടിക്കും. അല്ലടി, രണ്ടിന് ഇന്ന് ഞാൻ. അമ്മച്ചിയുടെ വരട്ടൊന്നും എന്നോട് വേണ്ട. എന്നെ എങ്ങനെ തല്ലിയ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും ഞാൻ. കൊണ്ടുപോയി കൊടുക്കടി പരാതി. ചിട്ടിക്കാരത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന കാശ. അതേതായാലും നന്നായി. ഇതൊരു വീടാണോ? ഇതിനെ കാരാഗ്രഹം എന്നാ പറയേണ്ടത്. ഇതിലും ഭേദം വല്ല അനാഥമന്ദിരത്തിലും കഴിയുന്നതാ. നമുക്ക് നാട് വിട്ടു പോകാം. എങ്ങോട്ടാടി? ഈ തടവറയിൽ നിന്ന് ഞങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്നു. വഴക്കും ചൂരിലും വെള്ളം കോരലും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. അതേത് ലോകം? ചന്ദ്രനിലേക്കാന്നോടി? ഞങ്ങൾ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇനി 1 വർഷം കഴിഞ്ഞേ വരൂ. വിട തരൂ അമ്മച്ചി. ബെല്ലടിച്ചിട്ടൊന്നും ഒരനക്കവുമില്ലല്ലോ. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അയൽവക്കത്ത് ചോദിക്കാം. അവരെല്ലാം ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോയല്ലോ. നിങ്ങൾ മേരിക്കുട്ടിയുടെ മക്കളല്ലേ? നേരം വൈകിയല്ലോ. ഇനി ഇവിടെ കിടന്നേച്ച് നാളെ രാവിലെ പോകാം. വാ. എന്താടി പെട്ടെന്നിങ്ങ് പോന്നത്? 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂന്നല്ലേ പറഞ്ഞത്? അതിനെന്താ, 1 വർഷം കഴിഞ്ഞല്ലോ. ഇന്ന് ജനുവരി 1. അമ്മച്ചി, ഇന്ന് പുതുവർഷമാ.